ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പെയ്യുന്നത് അനുഭവപ്പെടുന്നത്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ? നമ്മൾ കൂടുതൽ ജാഗരൂകമാകണമോ? തീർച്ചയായും സജിത്ത്, ഇന്ന് യഥാർത്ഥത്തിൽ മഴ നേരിയ ശമനമുണ്ടാകും എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത്. ഇന്ന് ഒരു ജില്ലകൾക്കും റെഡ് ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നില്ല. എല്ലാ ജില്ലകൾക്കും ഇന്നലെ രാത്രിയോട് കൂടി തന്നെ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഒപ്പം നാളെ ഒരു ജില്ലകൾക്കും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും മറ്റ് ജില്ലകളിലെ അലേർട്ടുകളെല്ലാം പൂർണ്ണമായും പിൻവലിച്ചിരുന്നു. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കുറയും. അതായത് ഈ സീസണിലെ തീവ്രമഴ, ആദ്യത്തെ തീവ്രമഴ അത് കുറയുന്നു എന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് സംസ്ഥാന വ്യാപകമായി ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അലേർട്ടുകളിൽ മാറ്റം വരുത്തിയത്. ഇതോടെ 4 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ്. പക്ഷേ ഈ നൗകാസ്റ്റ് പ്രകാരം ഈ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും അടുത്ത 3 മണിക്കൂറിൽ അല്ലെങ്കിൽ അടുത്ത 1 മണിക്കൂറിലൊക്കെ ശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. ഓറഞ്ച്, റെഡ് അലേർട്ടുകളൊക്കെ പ്രവചിക്കുന്നുണ്ട്. അതിനുശേഷം വൈകിട്ടോടുകൂടി മഴയിൽ ശമനമുണ്ടാകും, നേരിയ കുറവുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും നിലവിൽ ശക്തമായ മഴ തുടരുന്നു എന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ നാളെ വീണ്ടും മഴ കുറയും എന്ന് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതായത് ഈ സീസണിലെ അതിതീവ്ര മഴയുടെ ആദ്യത്തെ ആഴ്ച അത് അവസാനിച്ചിരിക്കുന്നു എന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം പക്ഷേ മഴ ശക്തമായി തുടരും. മറ്റ് എല്ലാ ജില്ലകൾക്കും ജാഗ്രത പാലിക്കണം. അതായത് കള്ളക്കടൽ പ്രതിഭാസം, ഉയർന്ന തിരമാല പ്രതിഭാസം ഇതൊന്നും പിൻവലിച്ചിട്ടില്ല. ഇതൊക്കെ സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. ഒപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നേരത്തെ ഉള്ള മുന്നറിയിപ്പുകൾ പോലെ തന്നെ രാത്രികാല യാത്രകൾ, ഒപ്പം കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് റെഡ് അലേർട്ടുകൾ അല്ലെങ്കിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുകളൊന്നും നിലവിലില്ല. പക്ഷേ മഴ ശക്തമായി തുടരുന്നു എന്നത് തന്നെയാണ് സജിത്ത് വിവരം. അതാണ് സാഹചര്യം. എന്തായാലും കാര്യമായ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ചിത്രം. ഒരുപക്ഷേ അതിതീവ്ര മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായേക്കാം എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.